രാജ്യസഭാ സീറ്റിൽ ധാരണയിലെത്താനായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം LDF യോഗം ചേരും. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. LDF യോഗത്തിന് മുന്നോടിയായി തിങ്കളാഴ്ച രാവിലെ പ്രത്യേക സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. വിവരങ്ങളുമായി MK വിനോദ് ചേരുകയാണ്. വിനോദ്, ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കമാണ് ഇടതുമുന്നണിക്കുള്ളിൽ ഉടലെടുത്തിരിക്കുന്നത്. ഒരു സമവായം അല്ലെങ്കിൽ ഒരു നീക്കുപോക്ക് എന്നതിനെ എപ്പോഴായിരിക്കും ഒരു യോഗത്തിലേക്ക് എത്തുക, ഒരു തീരുമാനത്തിലേക്ക് എത്തുക? അതുകൊണ്ട് തന്നെ ആ യോഗവും എത്രത്തോളം നിർണായകവുമാണ്? എന്തായാലും നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടി തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത തിരിച്ചടി LDF ഉണ്ടായിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യസഭാ സീറ്റിൽ ഉടലെടുത്തിട്ടുള്ള തർക്കം. കാരണം ഒഴിവെന്ന 2 രാജ്യസഭാ സീറ്റിൽ ഒരു സീറ്റിനെ ചൊല്ലിയാണ് 4 ഘടകകക്ഷികൾ അവകാശവാദവുമായി രംഗത്ത് വരുന്നത്. CPI, കേരള കോൺഗ്രസ് മാണി വിഭാഗം, അതുപോലെ തന്നെ RJD, NCP തുടങ്ങിയ 4 ഘടകകക്ഷികൾ ഒരു സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു. ഇത് 4 പേർക്കായി നൽകാനാവില്ല. പ്രധാനമായും CPIയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമാണ് ഈ സീറ്റിൽ അവർക്ക് അവകാശവാദം നിലവിലുള്ളത്. അതുകൊണ്ട് ഈ 2 പാർട്ടികളിൽ ആർക്ക് ഈ സീറ്റ് നൽകും എന്നതിനെ സംബന്ധിച്ചാണ് ഇനി തീരുമാനമാകേണ്ടത്. 6 വർഷ കാലാവധിയുള്ള രാജ്യസഭാ സീറ്റ് 2 കക്ഷികൾക്കുമായി വീതിച്ചു നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള ചർച്ചകൾ നീളുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച ഈ വിഷയത്തിൽ ഒരു ധാരണയിലെത്തുന്നതിനായി ഉച്ചയ്ക്ക് ശേഷം LDF യോഗം വിളിച്ചിട്ടുണ്ട്. അതിനു മുന്നോടിയായി തിങ്കളാഴ്ച രാവിലെ അടിയന്തരമായി ഒരു CPM സെക്രട്ടേറിയറ്റ് കൂടി ചേർന്നിട്ടാവും ഇക്കാര്യത്തിൽ. ഏതായാലും വിനോദ, ഈ ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് ഈ സീറ്റ് വിഭജനം, അല്ലേ? പ്രത്യേകിച്ച് RJDയും നിലപാട് കർക്കശമാക്കി, മാണി വിഭാഗം, ജോസ് കെ മാണി വിഭാഗം നിലപാട് കർക്കശമാക്കുന്നുണ്ട്. ഇങ്ങനെ NCP അടക്കം ഇതുമായി ബന്ധപ്പെട്ട അവകാശവാദമായി രംഗത്ത് വരുമ്പോൾ CPI നേരത്തെ തന്നെ കർക്കശമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഏത് തരത്തിലാണ് ഈ വിഹിതം വെക്കുക എന്നത് വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് നേതൃത്വത്തിനല്ലേ? CPMനെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വളരെയധികം സങ്കീർണതകളുണ്ട്. കാരണം രാജ്യസഭാ സീറ്റ് 2 കക്ഷികൾക്ക് വീതിച്ചു നൽകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ 2 കക്ഷികൾക്കുമായി എത്ര വർഷം വീതം വീതിച്ചു നൽകും എന്നുള്ളത്. അത് മാത്രമല്ല, ഇനി അടുത്ത് വരുന്ന സർക്കാരിനാണ് ഈ രാജ്യസഭാ ഒഴിവിൽ വോട്ട് അല്ലെങ്കിൽ ആ സീറ്റ് നേടാനുള്ള ശക്തി ലഭിക്കുക അവർക്കാണ്. അതുകൊണ്ട് അടുത്ത തവണ ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നില്ല എങ്കിൽ ഇടയ്ക്ക് വെച്ച് ഈ രാജ്യസഭാ സീറ്റ് രാജിവെക്കുന്നതും വെല്ലുവിളിയാണ്. MLA മാരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം രാജ്യസഭാ സ്ഥാനാർത്ഥികൾ വിജയിക്കുക. അതുകൊണ്ട് അടുത്ത തവണ ഇടതുപക്ഷ മുന്നണിക്ക് കൂടുതൽ MLA മാരില്ല എങ്കിൽ ആ രാജ്യസഭാ സീറ്റ് കൈമാറ്റവും സങ്കീർണമാകും. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ച ഉള്ള ഉഭയകക്ഷി ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. തിങ്കളാഴ്ച LDF യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് വരാം എന്നാണ് ഇപ്പോൾ CPM കരുതുന്നത്. പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. KP യെസ്, അത് തന്നെയാണ്. MK വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.